So, ഇന്നത്തെ വീഡിയോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് എന്ന ലെസണിലെ ചാപ്റ്റർ 2-ലെ എക്സസൈസ് 2.1 ആണ്. എക്സസൈസ് 2.1 പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. സോ സൈൻ ഇൻവേഴ്സ് -1/2-ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണണം. So principal value in the step എന്ന് പറഞ്ഞാൽ take the given function as y. So let y is equal to sin inverse -1/2. So inverse trigonometric functionന്റെ equation പറയുന്നത് തന്നെ inverse trigonometric function പറയുന്നത് തന്നെ if sin x is equal to theta then x is equal to sin inverse theta എന്നുള്ളതാണ് inverse trigonometric functionന്റെ equation. സൈൻ എക്സ് തീറ്റ ആണെങ്കിൽ അതിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് നമുക്ക് സൈൻ ഇൻവേഴ്സ് തീറ്റ എന്നെടുക്കാം. അതേ രീതിയിൽ നോക്കുവാണെങ്കിൽ വൈ സൈൻ ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ നമുക്ക് സൈൻ വൈ ഇസ് ഈക്വൽ ടു -1/2 എന്നെഴുതാം. നെക്സ്റ്റ് നമുക്ക് ഈ -1/2-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള സൈനിൻ്റെ വാല്യൂ എഴുതുക. നമ്മൾ 10th ടേബിൾ വാല്യൂ പഠിക്കുന്നുണ്ട്, പക്ഷേ ടേബിൾ വാല്യൂവിൽ ഒരിക്കലും മൈനസ് ആൻസർ വരുന്നില്ല. നമുക്ക് ടേബിൾ വാല്യൂവിൽ അറിയാവുന്ന ആൻസർ ഉണ്ട്. 1/2 ടേബിൾ വാല്യൂവിൽ നമുക്കറിയാം 1/2 ഈസ് സൈൻ 30 ആണ്. സൈൻ 30 ഈസ് 1/2 ഓർ സൈൻ π/6 ആണ്. അങ്ങനെ ഒരു ടേബിൾ വാല്യൂ പഠിക്കുന്നുണ്ട്. സൈൻ π/6 ഈസ് ഈക്വൽ ടു 1/2. സോ ഇവിടെ നമുക്ക് സൈൻ വൈ ഈസ് ഈക്വൽ ടു മൈനസ് അങ്ങനെ ഇട്ടിട്ട് 1/2-ന് പകരം നമുക്ക് സൈൻ π/6 എന്നെഴുതാം. ഇനി അടുത്തത് നമുക്ക് ഈ മൈനസ് മാറണമെങ്കിൽ റിഡക്ഷൻ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. റിഡക്ഷൻ ഫോർമുലാസ് നമ്മൾ 48 മെയിൻ റിഡക്ഷൻ ഫോർമുലയും പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ +6, ആ 6-നകത്ത് വരുന്നത് സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് കോസ് തീറ്റ, ടാൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ തീറ്റ എക്സെട്ര. അതായത് ഈ 6 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന് നമുക്ക് ആംഗിളിൽ നെഗറ്റീവ് വന്നാൽ രണ്ടെണ്ണം ഒഴിച്ചു. കോസ് മൈനസ് തീറ്റയും കോസ് തീറ്റയാണ്, സീക്ക് മൈനസ് തീറ്റയും സീക്ക് തീറ്റയാണ്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം നെഗറ്റീവ് നമുക്ക് പുറത്തു വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ 48 ഒരു റിഡക്ഷൻ ഫോർമുല +6 അങ്ങനെയാണ് ടോട്ടൽ 56 റിഡക്ഷൻ ഫോർമുലാസ് വരുന്നത്. 48 + 6 54 റിഡക്ഷൻ ഫോർമുലാസ് വരുന്നത്. അതിൽ നമുക്ക് ഈ സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്നുള്ള റിഡക്ഷൻ ഫോർമുല ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം സൈൻ ഇൻവേഴ്സിൻ്റെ റിഡക്ഷൻ ഫോർമുല നമുക്ക് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കാണേണ്ടത്. നമുക്ക് സൈൻ ഇൻവേഴ്സിൻ്റെ റിഡക്ഷൻ ഫോർമുല അറിയാം. റിഡക്ഷൻ ഫോർമുലയല്ല, സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് നമുക്കറിയാം. റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് -π/2 to π/2 ആണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച്. സോ ഈ റേഞ്ചിനകത്ത് കിടക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. സോ -90-ക്കും 90-ക്കും ഇടയ്ക്കാണ് ഈ ആംഗിളിൽ കിടക്കുന്ന -π/6 എങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് സൈൻ വൈ ഇസ് ഈക്വൽ ടു സൈൻ -π/6 ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു -π/6 എന്ന് എഴുതാം. ഈ -π/6 എന്ന് പറഞ്ഞാൽ -30 ആണ്. -30 ഈസ് ബിലോങ്സ് ടു -π/2 to π/2. പ്രിൻസിപ്പൽ റേഞ്ചിനകത്ത് നമുക്ക് ഈ വൈയുടെ വാല്യൂ അല്ലെങ്കിൽ -π/6 കിടക്കുന്നുണ്ട്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ സൈൻ ഇൻവേഴ്സ് -1/2-ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് -π/6 ആണ്. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നതിന് നമ്മൾ 48 റിഡക്ഷൻ ഫോർമുല നെഗറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ടേബിൾ വാല്യൂ എഴുതാം. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ റിഡക്ഷൻ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ വാല്യൂ എഴുതുന്നത്. സോ സൈൻ ഇൻവേഴ്സ് -1/2-ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് -π/6 എന്ന ആൻസർ വരും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2. cos inverse √3/2. So first step take y as cos inverse √3/2. next step cos y is equal to √3/2. സോ ഇവിടെ നമുക്കറിയാം ഈ √3/2 അല്ലെങ്കിൽ cos y is equal to പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ 10th പഠിച്ച ടേബിൾ വാല്യൂ നമ്മൾ √3/2 പഠിച്ചിട്ടുണ്ട്. കോസ് 30 ആണ്. കോസ് 30 അല്ലെങ്കിൽ π/6 എന്ന് പറയുന്നത് √3/2 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോസ് വൈ ഇസ് ഈക്വൽ ടു √3/2-ന് പകരം കോസ് π/6 എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ കോസ് വൈ ഇസ് ഈക്വൽ ടു കോസ് π/6 ഇംപ്ലൈസ് y is equal to pi by 6.
ഓക്കെ. സോ വൈയുടെ വാല്യൂ കിട്ടി. ഇനിയും ചെക്ക് ചെയ്ത് നോക്കണം. ഇത് പ്രിൻസിപ്പൽ വാല്യൂ ആകണമെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ് കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച്. അതിനകത്ത് ഈ വാല്യൂ നിൽക്കണം. π/6 എന്ന് പറയുന്നത് 30 ആണ്. 0യ്ക്കും πയ്ക്കും ഇടയ്ക്കാണ് ഈ 30 വരുന്നത്. ദെയർഫോർ കോസ് ഇൻവേഴ്സ് √3/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 പോകാം. കൊസീക്ക് ഇൻവേഴ്സ് 2 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. കൊസീക്ക് ഇൻവേഴ്സ് 2. സോ ടേക്ക് y ആസ് കൊസീക്ക് ഇൻവേഴ്സ് 2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊസീക്ക് y = 2. ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് 2 നമുക്കറിയാവുന്നതാണ്. കൊസീക്കിൻ്റെ സൈൻ 30യുടെ സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. നമുക്കറിയാം സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 30 = 1/2. അതിൻ്റെ റെസിപ്രോക്കൽ അപ്പോൾ കൊസീക്ക് 30 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2ന് പകരം നമുക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് കൊസീക്ക് 30 ആണ് ഓർ π/6 ആണ്. സോ കൊസീക്ക് y = നമുക്ക് കൊസീക്ക് π/6 കിട്ടും. വിച്ച് ഇംപ്ലൈസ് y = π/6. ലാസ്റ്റിൽ നമുക്ക് ആ പ്രിൻസിപ്പൽ റേഞ്ച് കൂടെ നോക്കാം. കൊസീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് കിടക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2 എക്സെപ്റ്റ് 0. സോ -90ക്കും +90ക്കും ഇടയ്ക്കാണ് ക്ലിയർലി ഈ π/6 കിടക്കുന്നത്. ദെയർഫോർ നമുക്ക് പറയാൻ പറ്റും കൊസീക്ക് ഇൻവേഴ്സ് 2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/6 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 ഈസ് tan ഇൻവേഴ്സ് -√3. നെഗറ്റീവ് വരുന്ന കേസിലേ ഉള്ളൂ കുറച്ച് നമ്മൾ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരുന്നത്. സോ ലെറ്റ് y = tan ഇൻവേഴ്സ് -√3 ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് tan y = -√3. നെക്സ്റ്റ് സ്റ്റെപ്പ് tan y = -√3ക്ക് പകരം ടാനിൻ്റെ ടേബിൾ വാല്യൂ നമുക്കറിയാം. √3ക്ക് പകരം മൈനസ് ഞാൻ മാറ്റി. √3 എന്ന് പറയുന്നത് tan π/3 ആണ്. സോ tan π/3 = √3. സോ tan π/3 കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ നെഗറ്റീവ് പോകുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അത് ഒന്നുകിൽ 48 ഇക്വേഷൻസ് ഉള്ളതിൽ sin 90 - θ, sin 90 + θ, cos 90 - θ എന്നുള്ള റിഡക്ഷൻ ഫോർമുല. അതല്ല എങ്കിൽ സൈൻ -θയുടെ റിഡക്ഷൻ ഫോർമുലയുണ്ട്. അതിൽ നിന്ന് tan -θയുടെ വാല്യൂ -tan θ എന്ന് പറഞ്ഞു. tan -θയുടെ റിഡക്ഷൻ ഫോർമുല -tan θ. അത് നമുക്കിവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പ്രിൻസിപ്പൽ റേഞ്ചിനാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അത് പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ tan y = -π/3, y = -π/3. tan ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. ഓപ്പൺ ഇൻ്റർവൽ -90ക്കും 90ക്കും ഇടയ്ക്കാണ് -π/3 കിടക്കുന്നത്. സോ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും tan ഇൻവേഴ്സ് -√3യുടെ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/3. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് -1/2. സോ ലെറ്റ് y = cos inverse -1/2. Therefore cos y = -1/2. cos y = -1/2 നമുക്കറിയാം. 1/2ൻ്റെ ടേബിൾ വാല്യൂ ഉണ്ട്. cos π/3 ആണ്. സോ ഞാൻ അത് അപ്ലൈ ചെയ്യുന്നു. cos π/3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇനി ഈ മൈനസ് പോകുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് 48 + 6 റിഡക്ഷൻ ഫോർമുലാസ് ഉള്ളതിനകത്ത് cos -θ -cos θ അല്ല. cos -θ എന്ന് പറയുന്നത് +cos θയാണ്. കോസിനും സീക്കിനും പോസിറ്റീവാണ്. അതുകൊണ്ട് -cos θയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് കോസ് മൈനസ് അകത്തോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. കോസും സീക്കും ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ആംഗിളിൽ കിടക്കുന്ന നെഗറ്റീവ് പുറത്ത് വരും. അതുകൊണ്ട് ആ ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വീണ്ടും എന്ത് പോകും? നമ്മുടെ ആ ടേബിൾ മറ്റേ റിഡക്ഷൻ ഫോർമുല നമ്മൾ പഠിച്ച കോളം വൈസ് നമ്മൾ പഠിച്ചില്ലേ, അതിലോട്ട് പോകും. സോ ഞാനിവിടെ നിന്ന് കോളമല്ല ക്വാഡ്രൻ്റ് വെച്ച് പഠിപ്പിച്ചതുപോലെ ഫസ്റ്റ് ക്വാഡ്രൻ്റ്
സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് കാറ്റഗറി ചെയ്യാം. 90 മൈനസ് 360 പ്ലസ് 90 പ്ലസ് 180 മൈനസ് 180 പ്ലസ് 270 മൈനസ് 270 പ്ലസ് 360 മൈനസ്. ഇതാണ് സെപ്പറേഷൻ. 90 തൊട്ട് 360 വരെയുള്ള വാല്യൂസിനെ നമ്മളിങ്ങനെ 4 ക്വാഡ്രൻറ്റിലായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം സൈൻ നോക്കാം. എ എസ് ടി സി. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ ദ ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ് മീൻസ് സൈനും കൊസീക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവ്. ലാസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും പോസിറ്റീവ്. അപ്പോൾ നമുക്ക് മൈനസ് കോസ് തീറ്റയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള റിഡക്ഷൻ ഫോർമുല. സോ മൈനസ് കോസ് തീറ്റ ആൻസർ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്, ഇവിടെ നമ്മളിത് എടുക്കത്തില്ല. ആൻഡ് ലാസ്റ്റ് ക്വാഡ്രൻറ്റിലും എല്ലാം കോസ് പോസിറ്റീവാണ്. അപ്പം നമുക്ക് കോസിന് നെഗറ്റീവ് കിട്ടുന്നത് ഈ 1, 2, 3, 4 ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലുമാണ്. അതിൽ തന്നെ നമ്മൾ 90 എടുക്കത്തില്ല. 90 270 നമ്മൾ എടുക്കണ്ട, കാരണം അത് കോഫങ്ഷൻ ആയിപ്പോകും. പിന്നത്തെ പോസിബിൾ വാല്യൂ 180 മൈനസ്, അതായത് നമ്മൾ റിഡക്ഷൻ ഫോർമുല പഠിച്ചതിനകത്ത് നമുക്കറിയാം കോസ് 180 മൈനസ് തീറ്റ എന്ന് പറയുന്നതും കോസ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നതും 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നതും മൈനസ് കോസ് തീറ്റയാണ്. നമ്മൾ റിഡക്ഷൻ ഫോർമുല പഠിക്കുന്നുണ്ട്. കോസ് 180 മൈനസ് തീറ്റയും കോസ് 180 പ്ലസ് തീറ്റയും മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഏത് വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്? നമുക്കറിയാം കോസിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും പൈക്കും ഇടയ്ക്കാം. അപ്പോൾ ഈ 180 പ്ലസ് തീറ്റ നമുക്ക് കൊടുത്താൽ എന്തായാലും ആ 0ക്കും പൈക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് കോസ് 180 പൈ മൈനസ് തീറ്റയുടെ സ്ഥാനത്ത് നമുക്കിവിടെ π/3, ഇവിടെ π/3 ആണ് ക്വസ്റ്റ്യൻ അത് കിട്ടിയിരിക്കുന്നത്, π/3. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ LCM എടുക്കുന്നു. കോസ്, അപ്പോൾ നമ്മുടെ ആ മൈനസ് ഒഴിവായി കിട്ടി. ഇനി പൈ മൈനസ് π/3 എന്ന് പറയുന്നത് 2π/3 ആണ്. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതേസമയം നമുക്ക് ഇതിന് മുമ്പത്തെ ഈ സ്റ്റെപ്പിൽ വെച്ച് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ആ നെഗറ്റീവ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കോസ് y ഈസ് ഈക്വൽ ടു കോസ് 2π/3 ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 2π/3. അവിടെ വെച്ച് നിർത്തരുത്, നമ്മളത് പ്രിൻസിപ്പൽ റേഞ്ചിലാണോ എന്ന് നോക്കണം. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π, 0ക്കും 180ക്കും ഇടയ്ക്കാണ്. 2π/3 എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് 2π/3. സോ നമുക്ക് 2π/3 നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റും. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നെക്സ്റ്റ്. ടാൻ ഇൻവേഴ്സ് മൈനസ് 1. Tan inverse minus 1. So let y is equal to tan inverse minus 1. Tan y is equal to minus 1. Tan y is equal to minus, replace 1 by tan π/4. സോ ടാൻ π/4ൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ടാൻ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റയാണ്. ടാൻ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് മൈനസ് ടാൻ തീറ്റയാണ്, ടാൻ മൈനസ് തീറ്റ. അതുകൊണ്ട് ഈ മൈനസ് നമുക്ക് അകത്തോട്ട് കൊടുക്കാം. സോ ടാൻ വൈ ഇസ് ഈക്വൽ ടു ടാൻ മൈനസ് π/4 എന്ന് ഞാൻ എഴുതുന്നു. ആ മൈനസ് നമുക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂ. സോ 54 ഇക്വേഷനകത്ത് 48 പ്ലസ് 6 എന്ന് പറയുന്നതിനകത്ത് ഈ 6 വരുന്ന സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ വൈ ഇസ് ഈക്വൽ ടു ടാൻ മൈനസ് π/4 ഇംപ്ലൈസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് π/4 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കണം മൈനസ് π/4 നമ്മൾ പറയുന്ന റേഞ്ചിനകത്താണോ എന്ന്. ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് നമുക്കറിയാം എന്താ, ഓപ്പൺ ഇൻ്റർവൽ മൈനസ് π/2 ടു π/2 ആണ് ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച്. മൈനസ് 90ക്കും ഇടയ്ക്കാണ് π/4 മൈനസ് π/4 കിടക്കുന്നത്, അതായത് മൈനസ് 45 ആണ്. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ ടാൻ ഇൻവേഴ്സ് മൈനസ് 1ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് π/4 ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 പോസിറ്റീവ് വാല്യൂ ആണ്. y is equal to ഞാൻ എടുത്തങ്ങ് പോവുകയാണ്. sec inverse 2/√3. Question is sec inverse 2/√3.
So take y is equal to sec inverse 2 by root 3. Sec inverse 2 by root 3. So next step il sec y is equal to 2 by root 3. Sec y is equal to 2 by root 3 എന്ന് പറയുന്നത് സീക്കിൻ്റെ വാല്യൂ ആണ്. സീക്ക് പൈ ബൈ 6 ആണ്. സീക്ക് പൈ ബൈ 6 ആണ്. സോ 2/3 ഞാൻ സീക്ക് പൈ ബൈ 2 ബൈ റൂട്ട് 3 ഞാൻ സീക്ക് പൈ ബൈ 6 എന്നാക്കി. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ വലിയ പ്രശ്നമില്ല. y is equal to പൈ ബൈ 6. ഇനിയും സീക്കിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് അറിഞ്ഞിരിക്കണം. സീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 പൈ എക്സെപ്റ്റ് പൈ ബൈ 2. സോ 0യ്ക്കും 180ക്കും ഇടയ്ക്കാണ് നമ്മുടെ പൈ ബൈ 6 കിടക്കുന്നത്. സോ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് 2 ബൈ റൂട്ട് 3യുടെ പ്രിൻസിപ്പൽ വാല്യൂ പൈ ബൈ 6 എന്ന് നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം നമുക്ക്. അതും പോസിറ്റീവാണ് കിടക്കുന്നത്. y is equal to cot inverse root 3. y is equal to cot inverse root 3. So cot y is equal to root 3. പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. cot y is equal to root 3 എന്ന് പറയുന്നത് cot പൈ ബൈ 6 ആണ്. സോ cot പൈ ബൈ 6. Therefore y is equal to, which implies y is equal to പൈ ബൈ 6. ഇനി കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് നമുക്ക് നോക്കാം. കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ 0 പൈ ആണ്. ഓപ്പൺ ഇൻ്റർവൽ 0 പൈ. സോ 0യ്ക്കും 180ക്കും ഇടയ്ക്കാണ് പൈ ബൈ 6 കിടക്കുന്നത്. സോ ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3യുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. cosec inverse minus 1 by root 2. സോറി, cosec അല്ല, cos inverse. cos inverse minus 1 by root 2. സോ കോസിന് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ടേബിൾ വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആ റിഡക്ഷൻ ഫോർമുല നമ്മൾ ക്വാഡ്രൻറ്റ് വെച്ചിട്ടുള്ള റിഡക്ഷൻ ഫോർമുലയിലോട്ട് തന്നെ പോകണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് cos y is equal to minus 1 by root 2. ആദ്യം നമുക്ക് ആ റൂട്ട് 2 നെഗറ്റീവ് ഒഴിവാക്കിയുള്ള നമ്മുടെ വാല്യൂ നമുക്കൊന്ന് നോക്കാം. പൈ ബൈ മൈനസ് 1 ബൈ റൂട്ട് 2 എന്ന് പറയുന്നത് കോസ് പൈ ബൈ 4 ആണ്. ഇനി ആ മൈനസ് മാറ്റാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഞാൻ ആ ക്വാഡ്രൻറ്റ് നിങ്ങളെ വരച്ച് കാണിക്കാം. 4 ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. 90 മൈനസ് 90 പ്ലസ് 180 മൈനസ് 180 പ്ലസ് 270 minus 270 plus 360 minus 360 plus. Then ASTC ഓർത്തിരിക്കണം. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഒരു ഷോർട്ട് കട്ടാണ് അത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എ മീൻസ് ഓൾ ദ ഫങ്ഷൻസ് ആർ പോസിറ്റീവ്, എസ് മീൻസ് സൈൻ ആൻഡ് കൊസീക്ക് പോസിറ്റീവ്, ടി മീൻസ് ടാൻ ആൻഡ് കോട്ട് പോസിറ്റീവ്, സി മീൻസ് കോസ് ആൻഡ് സീക്ക് പോസിറ്റീവ്. അപ്പം ഇവിടെ നമുക്ക് കോസ് മൈനസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ആയതുകൊണ്ട് മൈനസ് മാറ്റാനുള്ള ഈ റിഡക്ഷൻ ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ നോക്കാം നമുക്ക്. അതിനകത്തെ മൈനസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റിലും കോസ് പോസിറ്റീവാണ്. അപ്പോൾ കോസ് നെഗറ്റീവ് വരാവുന്നത് സെക്കൻഡിലും തേർഡിലുമാണ്. അതിൽ തന്നെ നമ്മൾ 90 എടുക്കത്തില്ല, 270 എടുക്കത്തില്ല, കാരണം കോഫങ്ഷൻസ് ആയതുകൊണ്ട്. സോ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് പോസിബിൾ വാല്യൂ വരുന്നത് ഏതൊക്കെയാണ്? കോസ് 180 മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അതേപോലെ കോസ് 180 പ്ലസ് തീറ്റയും മൈനസ് കോസ് തീറ്റയാണ്. 180 പ്ലസ് തീറ്റയും മൈനസ് കോസ് തീറ്റയാണ്. അതിൽ തന്നെ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് നമുക്കറിയാം. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് 0യ്ക്കും പൈക്കും ഇടയ്ക്കാം. അപ്പോൾ 180 പ്ലസ് തീറ്റ നമ്മൾ എവിടെ എടുത്താൽ ഇവിടെ LCM എടുക്കുമ്പോൾ അതിനെക്കാട്ടി കൂടിയ വാല്യൂയിലോട്ട് പോകും. അതുകൊണ്ട് 180 മൈനസ് തീറ്റ മാത്രമേ, അതായത് പൈ മൈനസ് പൈ ബൈ 4 നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പൈ പ്ലസ് എടുത്താൽ, നിങ്ങൾ നോർമലി ചിന്തിക്കുക, പൈ എന്ന് പറയുന്നത് 180 ആണ്, പൈ ബൈ 4 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ പൈ പ്ലസ് 45 എന്ന് പറഞ്ഞാൽ 180 കൂടുതലായിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് മൈനസ് തീറ്റ തന്നെയാണ് അവിടെ നമുക്ക് കിട്ടുന്നത് പ്രിൻസിപ്പൽ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ നമുക്കിവിടെ പ്രിൻസിപ്പൽ വാല്യൂവിൽ വരാത്തതുകൊണ്ട് 180 പ്ലസ് തീറ്റ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ കോസ് വൈ ഇസ് ഈക്വൽ ടു LCM എടുക്കാം നമുക്ക്. പൈ മൈനസ് പൈ ബൈ 4.
പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറയുന്നത് 3π/4 ആണ്. വിച്ച് ഇംപ്ലൈസ് y is equal to 3π/4 ആൻഡ് 3π/4 ബിലോങ്സ് ടു കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π. 3π/4 എന്ന് പറയുന്നത് 0യ്ക്കും പൈക്കും ഇടയ്ക്കാം. ദെർഫോർ കോസ് ഇൻവേഴ്സ് മൈനസ് 1/√2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് 3π/4 എന്ന് പറയാം. Question number 10. Cosec inverse minus √2. So cosec y is equal to minus √2. Cosec y is equal to minus √2 എന്ന് പറയുന്നത് cosec π/4 ആണ്. cosec π/4. കൊസീക്കിൻ്റെ കേസിൽ നമുക്ക് കൊസീക് മൈനസ് തീറ്റ കൊസീക് തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. കൊസീക് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് തീറ്റ. അങ്ങനെയുള്ള ആ റിഡക്ഷൻ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. സോ കൊസീക് വൈ ഇസ് ഈക്വൽ ടു കൊസീക് മൈനസ് π/4. കൊസീക് വൈ ഇസ് ഈക്വൽ ടു കൊസീക് മൈനസ് π/4 ആണെങ്കിൽ ക്ലിയർലി വി ക്യാൻ ഇക്വേറ്റ് വൈ ആസ് മൈനസ് π/4. പക്ഷേ വൈ മൈനസ് π/4 എഴുതിയാൽ മാത്രം പോരാ. കൊസീക് ഇൻവേഴ്സിൻ്റെ റേഞ്ച് നോക്കണം നിങ്ങൾ. മൈനസ് π/2 ടു π/2 എക്സെപ്റ്റ് 0. കൊസീക് ഇൻവേഴ്സിൻ്റെ റേഞ്ച് ക്ലിയർലി മൈനസ് 90ക്കും 90ക്കും ഇടയ്ക്കാണ് മൈനസ് π/4 വരുന്നത്. ദെർഫോർ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് മൈനസ് √2 ഈസ് മൈനസ് π/4 എന്ന് കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ അല്ല, 3 ക്വസ്റ്റ്യൻ്റെ സം കാണാനാണ്. tan inverse 1 plus tan inverse 1 plus cos inverse minus 1/2 plus sin inverse minus 1/2. ഇതുവരെ നമ്മൾ ചെയ്തത് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്കിത് 3 കൂടെ പ്ലസ് ചെയ്യാനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓരോന്നും കണ്ടിട്ട് ഇതങ്ങ് പ്ലസ് ചെയ്താൽ മാത്രം മതി. ഓരോന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ കണ്ടിട്ട് പ്ലസ് ചെയ്യണം. സോ ഞാൻ ആദ്യം 1 കാണാം. ആദ്യത്തേത് അതായത് tan ഇൻവേഴ്സ് 1ൻ്റെ ഞാൻ ആദ്യം കാണുന്നു. tan ഇൻവേഴ്സ് 1നെ ലെറ്റ് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1. ലെറ്റ് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1. സോ tan y ഈസ് ഈക്വൽ ടു 1. പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. tan y ഈസ് ഈക്വൽ ടു tan π/4 എന്ന് കൊടുക്കാം. ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു π/4. പ്രിൻസിപ്പൽ റേഞ്ചിനകത്തുമാണ് നമ്മുടെ π/4 കിടക്കുന്നത്. സോ ആദ്യത്തേത് നമുക്ക് അങ്ങനെ എഴുതാം. സോ രണ്ടാമത്തേത് നമുക്ക് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. കോസ് y ഈസ് ഈക്വൽ ടു മൈനസ് 1/2. ഇവിടെ നമുക്ക് പ്രശ്നം വരും, കാരണം നെഗറ്റീവ് നമുക്ക് അകത്തോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്തതാണ്. 1/2ൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വരാം. 1/2 പകരം നമുക്ക് ആദ്യം റിഡക്ഷൻ ഫോർമുല കൊടുക്കാം. 1/2 എന്ന് പറയുന്നത് വാല്യൂ 2π/3 വരുന്നത് അല്ലേ. 1/2 എന്ന് പറയുന്നത് അല്ല, കോസ് 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് പൈ മൈനസ് നോക്കാം. കോസ് പൈ നമുക്ക് ടേബിൾ വാല്യൂ ഒന്ന് നോക്കാം. കോസിൻ്റെ 60 ആണ്, സൈൻ കോസ് 60 ആണ്, π/3. കോസ് π/3 ആണ് നമ്മുടെ 1/2 അല്ലേ. 180/360 കോസ് 60 ആണ്. സോ നമുക്ക് കോസ് π/3 ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നെഗറ്റീവ് പോകാൻ വേണ്ടി കോസ് y ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഇതുപോലെ പറഞ്ഞാണ്, നെഗറ്റീവ് പോകാൻ വേണ്ടി ഏതാ കോസ് 180 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നു. അതിവിടെ നമ്മൾ കൊടുക്കുമ്പോൾ കോസ് 180 മൈനസ് തീറ്റ പൈ മൈനസ് π/3 എന്ന് വരും. സോ കോസ് y ഇസ് ഈക്വൽ ടു കോസ് 2π/3 വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 2π/3. രണ്ടാമത്തെ ആൻസർ y. ഇനി നമുക്ക് തേർഡ് വണ്ണിൻ്റെ ആൻസർ എഴുതാം. മൂന്നാമത്തേത് ആരാ, സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 ആണ്. അതും ഇതുപോലെ നമുക്ക് ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2
സൈൻ വൈ ഇസ് ഈക്വൽ ടു -1/2. സൈനിൻ്റെ കേസിൽ നമുക്ക് റിഡക്ഷൻ ഫോർമുല സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ആദ്യം ഞാൻ 1/2 പകരം സൈൻ π/6 എന്ന് എഴുതുന്നു. സൈൻ 30 ആണ് 1/2, സൈൻ π/6 കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മൈനസിനെ അകത്തോട്ട് കൊടുക്കാം, സൈൻ -6, ബിക്കോസ് സൈൻ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ, വിച്ച് ഇംപ്ലൈസ് y ഇസ് ഈക്വൽ ടു -π/6. സോ നമുക്ക് 3 റേഞ്ച് നമുക്ക് കിട്ടി, 3 പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് കിട്ടി. ടാൻ ഇൻവേഴ്സ് 1 ആൻസറായി, സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് -1/2 ആൻസറായി, സൈൻ ഇൻവേഴ്സ് -1/2 ആൻസറായി. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 1 പകരം π/4, കോസ് ഇൻവേഴ്സ് -1/2 പകരം 2π/3, സൈൻ ഇൻവേഴ്സ് -1/2 പകരം -π/6. ഇത് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി. ഇത് LCM എടുക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഇവരെ തന്നെ മാത്രം LCM എടുക്കുന്നു. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടുള്ള LCM ആണ് ഞാൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് π/4. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4π/6 -π/6, which is equal to π/4 plus 3π/6. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ കട്ട് ചെയ്യുമ്പം 3ഉം 6ഉം കട്ട് ചെയ്താൽ 2 വരും. സോ വിച്ച് ഇംപ്ലൈസ് π/4 പ്ലസ് π/2. ഇവിടെ വീണ്ടും LCM എടുക്കാൻ വേണ്ടി ഇൻറ്റു 2 ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് 2π/4 is equal to 3π/4. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓരോന്നും കണ്ടിട്ട് നമുക്ക് ആ സിറ്റുവേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12, കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഞാൻ ഓരോന്നും കാണുന്നു. ആദ്യം ഞാൻ കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ ആൻസർ കാണുന്നു. y is equal to cos inverse 1/2. So cos y is equal to 1/2. cos y is equal to 1/2 എന്ന് പറയുന്നത് π/3 ആണ്. cos π/3യുടെ വാല്യൂ ആണ് 1/2. സോ ഞാൻ π/3 എന്ന് കൊടുക്കുന്നു. Therefore y is equal to π/3. നെക്സ്റ്റ് നമുക്ക് സൈൻ ഇൻവേഴ്സിൻ്റെ ആൻസർ ഒന്നും കാണാം. 2 അവിടെ നിൽക്കട്ടെ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതിനകത്ത് കൊടുക്കാം. സൈൻ ഇൻവേഴ്സ് 1/2 ഇസ് ഈക്വൽ ടു y. സൈൻ y ഇസ് ഈക്വൽ ടു 1/2. ഞാൻ സൈനിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സൈനിൻ്റെ ആ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ കൊടുത്തേക്കുന്നതാണ്. 1/2 ഈസ് സൈൻ π/6, വിച്ച് ഇംപ്ലൈസ് y ഇസ് ഈക്വൽ ടു π/6. സോ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇട്ട് കൊടുക്കാം. cos inverse 1/2 പ്ലസ് 2 ഇൻറ്റു π/6 കട്ടാവുമ്പോൾ π/3 പ്ലസ് π/3 ഇസ് ഈക്വൽ ടു 2π/3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 12ൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ഓപ്ഷണലാണ്. 13ഉം 14ഉം ഓപ്ഷണലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രിൻസിപ്പൽ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പ്രിൻസിപ്പൽ റേഞ്ച് ഇൻ്റർവെല്ലിൽ കൊടുത്തു. ഇവരത് ഇൻ്റർവെല്ലിന് പകരം നമ്മളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ലെസ് ദാൻ ഓർ പൈ അല്ല y, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 പൈയുടെ ഫോമാണ്. ഇതിനെ നമ്മൾ ഇൻ്റർവെൽ ആക്കുവാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 പൈ എന്ന് വരും. ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് പറയുന്നത് -π/2 ടു π/2 ക്ലോസ്ഡ് ഇൻ്റർവെല്ലിന് എഴുതിയേക്കുന്നതാണ്. തേർഡ് ഓപ്ഷൻ 0 ലെസ് ദാൻ y ലെസ് ദാൻ പൈ എന്നേ ഉള്ളൂ. അത് ഓപ്പൺ ഇൻ്റർവെൽ 0 പൈ ആണ് അതിൻ്റെ ഇൻ്റർവെൽ ഫോമിലാക്കുവാണെങ്കിൽ. നാലാമത്തെ ഓപ്ഷൻ -π/2 ഡി ഓപ്ഷൻ ലെസ് ദാൻ y ലെസ് ദാൻ π/2 എന്നുള്ളത് നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ -π/2 ടു π/2 എന്ന് എഴുതാം.
അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് പഠിച്ചത്? നമ്മൾ ആ ടേബിൾ വാല്യൂവിൽ പഠിക്കുന്നുണ്ട്. സൈൻ ഇൻവേഴ്സിൻ്റെ ഇതിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ഏതാ? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി വരും, അല്ലെങ്കിൽ ഓപ്ഷൻ 2 വരും. ഓപ്ഷൻ 2 അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് ABCD എന്നാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ ആ എക്സസൈസിലേത്. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 നമ്മൾ tan ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് രണ്ട് സെപ്പറേറ്റ് ചെയ്യാം. y = tan ഇൻവേഴ്സ് √3, tan y = √3. √3 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ടേബിൾ വാല്യൂ ആണ്. സോ tan y = tan π/3 ആണ് √3 എന്ന് പറയുന്നത്. therefore y = π/3. നെക്സ്റ്റ് നമുക്ക് സീക്ക് ഇൻവേഴ്സ് -2ൻ്റെ അവിടെ മൈനസ് വരുന്നുണ്ട്. സോ y = സീക്ക് ഇൻവേഴ്സ് -2. സീക്ക് y = -2. സീക്ക് y = സീക്ക് π/3. നമ്മൾ കോസിൻ്റെ ഇത് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു കോസിനും സീക്കിനും നെഗറ്റീവ് വന്നാൽ നമുക്ക് അകത്തോട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇതിനും ഈ മൈനസ് നമുക്ക് അകത്ത് പോകില്ല. പകരം നമ്മൾ റിഡക്ഷൻ ഫോർമുല എന്താണോ കോസിൻ്റെ റിഡക്ഷൻ ഫോർമുല നമ്മൾ പഠിച്ചത്, cos 180 - θ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് സീക്കിൻ്റെയും വരുന്നത് റിഡക്ഷൻ ഫോർമുല. സീക്ക് 180 - θ, സീക്ക് π - π/3 എന്ന് വരും. സീക്ക് 180 - θ എന്ന് പറയുന്നത് -6 θ. അവിടെ നമുക്ക് LCM എടുക്കാം. സീക്ക് π - π/3 2π/3 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് y = 2π/3. സോ രണ്ടിന് സെപ്പറേറ്റ് ആൻസർ ഞാൻ കണ്ടുപിടിച്ചു. ഇനി നമുക്കത് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇട്ട് കൊടുക്കാം. സോ tan ഇൻവേഴ്സ് √3 എന്ന് പറയുന്നത് π/3 ആണ്. ക്വസ്റ്റ്യൻ -2π/3. ക്വസ്റ്റ്യനകത്ത് മൈനസ് വന്നേക്കുന്നതുകൊണ്ടാണ്. സോ π/3 - 2π/3. π/3 - 2π/3 എന്ന് പറയുന്നത് -π/3 ആണ്. സോ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.